വെൽക്കം ടു സൈ ഹൈവേദാനന്ദ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് DRDO ഡിഫൻസ് റിസർച്ച് ലബോറട്ടറി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും ആസാമിലാണ്. സ്റ്റൈപ്പൻഡോട് കൂടെ ഉള്ള ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ DRDOൻ്റെ ലബോറട്ടറി ഓഫ് DRDO സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ ഓഫ് ഇന്ത്യ, എസ്പെഷ്യലി ആസാമാണ് ഇവിടെ പറയുന്നത്. സോ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ് ഇവർ പ്രിഫർ ചെയ്തിട്ടുള്ള ഈ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അതിലെ മെയിൻ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ആൻഡ് technologies for enhancing combat efficiency during jungle operation, vector-borne diseases surveillance, management, water quality amelioration, then human waste management and high altitude. ഇതൊക്കെയാണ് ഇവരുടെ മേജർ പ്രോജക്ട്സ്. സോ ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വിത്ത് സ്റ്റൈപ്പൻഡോടുകൂടി 6 month ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇത് എടുക്കാവുന്നതാണ് 6 month ഡ്യൂറേഷന്. സോ ഇത് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അതുപോലെ വിത്തിൻ 10 days ഇത് ക്ലോസ് ആവുന്നതാണ്. സോ മാക്സിമം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഫസ്റ്റ് 3 month 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും ഇന്റേൺഷിപ്പിനുള്ള സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ വരിക. ടോട്ടൽ 30,000 rupees ആണ് അറൗണ്ട് വരുന്നത്. സോ 1 month 5,000 പെർ ഹെഡ് ആയിട്ടായിരിക്കും വരിക പെർ മന്ത്. സോ 2 വേക്കൻസി ആണുള്ളത്. ലൈഫ് സയൻസ്, കെമിക്കൽ സയൻസ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഡ്യൂറേഷൻ ഓഫ് ദ ഇന്റേൺഷിപ്പ് 6 month പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വന്നിട്ട് DRL തേസ്പൂർ, ആസാമിലാണ്, നോർത്ത് ഈസ്റ്റ് ആണ്. സോ ആസാമിലാണ് ഈ ഒരു ഇന്റേൺഷിപ്പ് നടക്കുന്നത്. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. 3rd 4th 2nd ഇൻറ്റഗ്രേറ്റഡ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെർസ്യൂയിങ് ആയിട്ടുള്ള മാസ്റ്റർ സ്റ്റുഡൻസ് ആണ്. PG സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി റെക്കഗ്നൈസ്ഡ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദിസ് ഇന്റേൺഷിപ്പ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ വിതൗട്ട് ഫെയിലിയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. സോ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്ലൈ ത്രൂ ദെയർ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് യൂണിവേഴ്സിറ്റി ഓൺലി എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്. അത് ഡയറക്റ്റായിട്ട് ഈ ഒരു മെയിൽ IDയിലോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് ഈ ഒരു അഡ്രസ്സിലോട്ട് അയക്കാവുന്നതാണ്. ബെറ്റർ ഇമെയിൽ തന്നെയാണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ബിലോ 28 years ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ്. 2 equal ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റൈപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തരുന്നത്. അതുപോലെ ലോഡ്ജിങ് ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും അവർ ഫണ്ട് തരുന്നതല്ല. സോ അത് ഒരു സ്റ്റുഡൻറ്റ് കാൻഡിഡേറ്റ് തന്നെയാണ് ബെയർ ചെയ്യേണ്ടത്. ദെൻ unable to complete the internship, then leave in between ആണെങ്കിലും ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ പേയ്മെൻറ്റ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാതെ ലഭിക്കുന്നതല്ല. അപ്പോൾ വിത്തിൻ 3 months കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫസ്റ്റ് 3 month ഇൻസ്റ്റാൾമെൻറ്റ്, ദെൻ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ടോട്ടൽ 30,000 rupees ആയിരിക്കും ലഭിക്കുന്നത്. സോ നോ ഒബ്ലിഗേഷൻ ഓഫർ യെസ്. ഇവിടെ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നതോടെ ഇവിടെ ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഗ്യാരണ്ടി ഒന്നും അവർ തരുന്നില്ല. അത് പ്രത്യേകം പറയുന്നത് ജസ്റ്റ് ആൻ ഇന്റേൺഷിപ്പ്. സോ ഫീ കാര്യങ്ങളൊന്നുമില്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് നൽകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 10 days ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡേറ്റ് ഓഫ് ഈ സെലക്ടഡ് സ്റ്റുഡൻസിനെ റിലീസ് ചെയ്യുന്നത് 25th July 2025. ദെൻ ഡേറ്റ് ഓഫ് സ്റ്റാർട്ട് ഓഫ് ദി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 1st August 2025 ആണ്. സോ ഓൺലൈൻ മോഡിലൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളും അതുപോലെ മെറിറ്റ് ബേസിസ് ഓഫ് ദ ഇൻ്റർവ്യൂ ആയിരിക്കും ഇവിടെ സെലക്ഷനും കാര്യങ്ങളും നടക്കുന്നത്. സോ ഡോക്യുമെൻ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ടൈമിൽ ആധാർ കാർഡ് അതുപോലെ കോളേജ് ID പ്രൂഫും കാര്യങ്ങളും മാർക്ക് ലിസ്റ്റും എല്ലാം ഒറിജിനൽ കോപ്പീസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഫോമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ഫോട്ടോഗ്രാഫ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡിക്ലറേഷൻ ഫോമും ടെസ്റ്റ് ചെയ്തിട്ട് കോളേജിൽ നിന്ന് ഈ മെയിലിലോട്ട് ഈ ഒരു ഫോം നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഡയറക്റ്റ് കോളേജ് അധികൃതരാണ് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരാണ് ഈ ഒരു ഫോം ഈ മെയിൽ IDയിലോട്ട് സെൻഡ് ചെയ്യേണ്ടത്. സോ മെയിൽ IDയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. സോ ഇതുപോലുള്ള താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊരു ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയും എക്സാംസ് എല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.